ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേതൊരു മീൻ പിടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സന്ധ്യ സമയമാണേ, മീൻ പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ എല്ലാവരും ഉള്ളത്. അതേട്ടൻ വലയെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വലയിലാണ് നമുക്ക് മീൻ പിടിക്കേണ്ടത്. എൻ്റെ പേര് കൊമ്മ വല എന്നാണ് കേട്ടോ. അപ്പോൾ അതേട്ടൻ വലയെല്ലാം കെട്ടി റെഡിയാക്കി വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ഇനി ഈ വെള്ളം തിരിച്ച് റിട്ടേൺ അങ്ങോട്ടേക്ക് ഒഴുകുന്ന സമയത്താണ് നമുക്ക് മീൻ പിടിക്കാൻ തുടങ്ങേണ്ടത്. മീൻ പിടിക്കാൻ തുടങ്ങുന്ന സമയം രാത്രി സമയമായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പ്രത്യേകിച്ച് വെട്ടും വിളിച്ചൊന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇതാ പലകയെല്ലാം എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം റിട്ടേൺ ഒഴുകാൻ തുടങ്ങി. ആ പാലത്തിൻ്റെ അപ്പുറ സൈഡാണ് കേട്ടോ നമ്മൾ നേരത്തെ കെട്ടിയ വലയിലത്. കുറച്ച് സമയം കാത്തുക്കുമ്പോഴത്തേക്കും ഇതാ വലയെല്ലാം നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നേരത്തെ ഏട്ടൻ വെള്ളത്തിലേക്ക് ഇട്ട ഭാഗം ശരിയാക്കിയിട്ട്. അപ്പോൾ ഇനി ഇതിനകത്ത് കച്ചറിയുണ്ട്, മീനും ഉണ്ട്. ഇതെല്ലാം വേർതിരിച്ചെടുക്കലാണ് അടുത്ത സെക്ഷൻ പണിയെന്ന് പറയുന്നത്. അപ്പോൾ അത് ആ വല വലിച്ച് കയറ്റാൻ പോവുകയാണേ. വെള്ളത്തിൽ നിന്ന് ഈ വല വലിച്ച് മേലോട്ട് കയറ്റുന്നത് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. കറണ്ടൊന്നും പ്രത്യേകിച്ച് ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇതുപോലെ ചിമ്മിണിക്കൂടെല്ലാം കത്തിച്ച് വെച്ചിട്ടില്ലേ. അപ്പോൾ രാത്രിക്കുള്ള മീൻ പിടുത്തത്തിന് വേണ്ടിയിട്ട് നേരത്തെ കാലത്ത് തന്നെ എമർജൻസി ടോർച്ച് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചാർജ് ചെയ്ത് കൊണ്ടുവരും. എന്നിട്ടാണ് ഈ മീൻ പിടുത്തം സ്റ്റാർട്ട് ചെയ്യൽ കേട്ടോ. അപ്പോൾ ഇത് വല ഇവർ വലിച്ച് മേലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ അറ്റത്തിലേക്ക് കെട്ടയച്ചിട്ട് അങ്ങനെ ഞാൻ ബോക്സിലേക്ക് തട്ടാൻ പോവേന്നേ. വലേൻ്റെ അകത്ത് ഇപ്പം മീനെക്കാളും കൂടുതൽ ചപ്പും ചവറും വേസ്റ്റെല്ലാം ഉള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, അല്ലെങ്കിൽ മട്ടലെല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇത് വലയെല്ലാം തട്ടിയെടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഈ പലതരത്തിലുള്ള വേസ്റ്റ് ഒഴുകി വരുന്നത് കൊണ്ട് പെട്ടെന്ന് അങ്ങനെ തട്ടിയെടുക്കാൻ കഴിയില്ല. പതുക്കെ ശ്രദ്ധിച്ചല്ലേ ചെയ്യാൻ കഴിയും. അപ്പോൾ തട്ടിയതിന് ശേഷം വലേൻ്റെ ഉള്ളിലുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് കളയണേ. കൊള്ളി കഷ്ണമെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം. എന്നിട്ടാണ് വീണ്ടും വല കെട്ടിയിട്ട് വെള്ളത്തിലേക്ക് ഇടൽ. അപ്പോൾ അതാട്ടം വലയെല്ലാം കെട്ടുന്നുണ്ടേ. ഒരുപാട് വേസ്റ്റ് വന്നെല്ലാം വീണുകൊണ്ട് അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടി 2 കയറുകൊണ്ടെല്ലാം ടൈറ്റായി കെട്ടിയിട്ടാണ് വലയിപ്പം വെള്ളത്തിലേക്ക് ഇടാൻ പോകുന്നത്. ഒരുപാട് വേസ്റ്റ് വന്ന് അടിയുമ്പോൾ അത് താങ്ങാനുള്ളൊരു ശക്തിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇത് മേലത്തേക്ക് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അയച്ചെടുക്കാനുള്ള എളുപ്പത്തിനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ കെട്ട് കെട്ടുന്നത്. അപ്പോൾ ഇത് വലിച്ച് മേലേക്ക് എത്തിച്ചാൽ മെയിൻ്റെ അകത്തുനിന്നുള്ള വേസ്റ്റെല്ലാം ഇവരെടുത്ത് കളയുന്നുണ്ടേ. ചപ്പും ചവറായിട്ടും ഉണ്ടായിനി, പ്ലാസ്റ്റിക് ആയിട്ടും മരക്കഷ്ണങ്ങളായിട്ടെല്ലാം ഒരുപാട് വേസ്റ്റ് ഉണ്ടായിനി. ചില സമയം കോളടിക്കും പോലെ തേങ്ങയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇവർ രണ്ടാളും കൂടി അതിനകത്തുള്ള വേസ്റ്റെല്ലാം കളഞ്ഞ് അതുപോലെ കയ്യിൽ കിട്ടുന്ന കുറച്ച് വലിപ്പമുള്ള മീനിനെയും കാരച്ചെമ്മീനെല്ലാം ഇതുപോലെ ബക്കറ്റിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. ബാക്കി കാണുന്ന ആ ഇലേൻ്റെ അകത്തുനിന്ന് ചെമ്മീനെ തിരയിലാണ് ഇനി അടുത്ത പണി. അപ്പോൾ ഏകദേശം വൃത്തിയാക്കി എടുത്തിട്ടില്ല ആ ഒരു ചെമ്മീനെ ഇതുപോലെ ബോക്സിലിട്ടിട്ട് പൊത്തി വെക്കും കുറച്ച് സമയം. ചത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഏട്ടൻ കഴുകാൻ വേണ്ടിയിട്ട് പോവേന്നേ. ചെമ്മീൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കാൻ വേണ്ടി ഇതുപോലെ ദ്വാരമെല്ലാം കൂട്ടാൻ എടുക്കണം കേട്ടോ. വെള്ളം പെട്ടെന്ന് കയറാനും ഇറങ്ങാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് കൂട്ടിയെടുക്കുന്നത്. ഇത് നല്ല ട്രിക്കായി പോയല്ലേ. ഇതിപ്പോ നല്ല ട്രിക്കാണ്. ഏട്ടനെന്നാ പറയുന്നല്ലേ, സാധാരണ നമ്മൾ ഈ കൊമ്മേന്ന് വലിച്ച് തട്ടിയപ്പാട് ആ ഷീറ്റിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് തിരഞ്ഞെടുക്കലാണ്. അപ്പോൾ അങ്ങനെ തിരയുമ്പോൾ ഒരുപാട് ടൈം എടുക്കുമെന്നാണ് പറയുന്നത്. 2 മണിയെല്ലാം ആയിന്ന് പറഞ്ഞേക്കുന്നില്ലേ. ഇതിപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുന്നതുകൊണ്ട് അരിച്ചരിച്ച് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒഴുക്കിൽ ആ മേലത്തെ വേസ്റ്റെല്ലാം അങ്ങ് പോകുന്നതുകൊണ്ട് ചെമ്മീനെ വേറെ തന്നെ അടിയിൽ അടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ടില്ല. ഇല്ലെങ്കിൽ ഇരുന്ന് എല്ലാവരും നടുവും പൊട്ടും. ഇതാകുമ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെ നടു മാത്രം ഒറ്റക്ക് പൊട്ടിയാൽ മതി. കാണുമ്പോൾ അത്ര എളുപ്പമില്ല പണിയല്ലത്. കുറച്ചധികം സമയം തന്നെ ഇതുപോലെ ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യണം. അതുപോലെ വെള്ളത്തിൻ്റെ താഴ്ചക്ക് അനുസരിച്ച് മണങ്ങി പോകുമ്പം നടുവിന് നല്ലോണം അറിയുകയും ചെയ്യും. ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയാം, അത്രയും പണിയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതേട്ടനെ ഏകദേശം എല്ലാം വൃത്തിയാക്കി എടുത്ത് ചെമ്മീനെ മാത്രം ആക്കി എടുത്തിട്ടുണ്ട്. എന്നാലും കുറച്ച് കച്ചറയുണ്ടേ, അതിനി വൃത്തിയാക്കുന്നത് നടന്നാന്ന് കാണിച്ചാൽ കേട്ടോ. അപ്പോൾ ഇത് അത്രയും കച്ചറയും കൊണ്ടുപോയ ചെമ്മീൻ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒറ്റൊരു റൗണ്ട് മീൻ മാത്രമാണ് ഇങ്ങനെ കഴുകുന്ന കാണിച്ചത്. ഇനി ഇങ്ങനെ ഒരുപാട് റൗണ്ട് ഇനിയും കഴുകാനുണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നത്രേ. ഇത്രയും കഴുകി വൃത്തിയാക്കിയെന്ന് പറഞ്ഞാലും കുറച്ചും കൂടെ പൊടിയെല്ലാം ഉണ്ട് അത്ര കേട്ടാ. ഈ തെങ്ങിൻ്റെ പൂവും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും കൂടിയുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റവും വേണം. അതുപോലെ ചെമ്മീൻ വലുതും ചെറുതെല്ലാം തിരിഞ്ഞു വെക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതായി ഷെഡിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇത് ഇവിടെ തിരയിൽ തകൃതി നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ മീനും ചെറിയ ചെമ്മീനെല്ലാം വേറെ ആക്കലും കച്ചറി ഒഴിവാക്കലെല്ലാം ആയിട്ട് ഈ പണി ഇപ്പോഴേ അവസാനിക്കില്ല കേട്ടോ. ഇതേ പ്രോസസ്സിൽ രാവിലെ വരെ ഇവർ ഈ പണി മൊത്തം എടുക്കണത്രേ. അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മളെ വലകെട്ടൽ വിശേഷങ്ങളിലത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.